ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. പൊങ്ങയിലുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് അവിടെയുള്ള സഭയോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ ആരാധിച്ചു വന്നു. I gather with and worship with the believers in Ponga. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർപ്പിച്ചതുപോലെ രണ്ട് മക്കൾ ഷാർജയിൽ താമസിക്കുന്നുണ്ട്. As I mentioned on Friday, I have 2 children living in Sharjah. അവരോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. In connection with their families, we visited here. ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഈ സ്ഥലം സഭയിലുള്ള വിശുദ്ധന്മാർ എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും ശുശ്രൂഷയ്ക്ക് അവസരം തരികയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I glorify God and I thank the assembly leadership who have granted me this opportunity to minister for as I have come to UAE. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സൈഡിലാണ് നമ്മുടെ സഭാ ഹാള് പൊങ്ങയിലായിരിക്കുന്നത്. We are on the roadside of Alappuzha and Changanasheri where the assembly is situated. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 18 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് 8 കിലോമീറ്ററും ആകുന്നു ഈ ദൂരം. From Changanasheri it's 18 kilometers and Alappuzha it is 8 kilometers where the assembly is situated. ഈ സ്ഥലം സഭയിൽ നിന്നുള്ള സഹോദരന്മാർ നാട്ടിൽ വരുമ്പോൾ പൊങ്ങ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I do request the dear believers of this assembly to please come and visit us when you are visiting India. അവിടെയുള്ള വിശുദ്ധന്മാരെ കാണുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. If the Lord's coming does not tarry, please do come and visit whenever you are visiting India. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യവും 2 വാക്യങ്ങൾ വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. I would like to take 2 portions, 2 verses in fact from John's Gospel chapter 5 and chapter 8 for this morning's meditation. 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. Chapter 5 and verse 14 first of all. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Jesus found him in the temple, said to him, behold, you are made whole, sin no more, lest a worse thing befall thee. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം അത് വായിച്ച എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും. We do all understand, those who have been reading, the context of this verse over here. 38 വർഷമായിട്ട് സൗഖ്യമാകാൻ വേണ്ടി ബെഥേസ്ദ കുളക്കരയിൽ ഈ മനുഷ്യൻ കിടക്കുകയാണ്. This person has been hanging over there outside the pool of Bethesda for 38 years to be healed over there. എന്നാൽ യേശു അദ്ദേഹത്തിന് സൗഖ്യം നൽകി. And there we understand Jesus grants healing to this person. യേശുവിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ട്, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. There we read earlier, the person says, no one is there to help me over here. എന്നെ സഹായിപ്പാൻ എനിക്കിവിടെ ആരുമില്ല. No one is there to help me, he responds to Jesus in the beginning. ഇത് മനുഷ്യന്റെ ഒരു ഉള്ളിലെ ആധിയുള്ള വാക്കാണത്. This is a desperate plea of a man who is in need of help. അപ്പോൾ ചിലപ്പോൾ വിശ്വാസികളാണെങ്കിലും ചിന്തിക്കുകയും ഇവിടെ അനേകരെ അങ്ങനെ സഹായിക്കുന്നുണ്ട്, എന്നെ ഇതുവരെ ആരും സഹായിക്കുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. There will be also many believers like him only. There are many who help me, there is no one over here. ഇവിടെ ഈ മനുഷ്യനെ ആരും സഹായമില്ലാന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. This man, as he pleads desperately, there is no one there to help me, there is Jesus coming to his rescue. Jesus is helping him. മനുഷ്യന്റെ സഹായങ്ങൾക്കൊക്കെ പരിധിയുണ്ട്. There is all limitations for the help of man. എന്നാൽ ദൈവത്തിന്റെ സഹായത്തിന് ഏത് വിഷയത്തിലും പരിധിയില്ലാതെ സഹായിക്കാൻ കഴിയും. There is no limit for God's help. It's limitless for God who is helping man over here, we understand. ഈ മനുഷ്യൻ യേശു ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ കിടക്കുകയാണ്. This man is hanging outside the pool even before the birth of Jesus. 38 വർഷമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. He has been hanging outside the pool for 38 years. ദീർഘവർഷം ഇദ്ദേഹം കിടന്ന് ഈ ബെഥെസ്ദ കുളക്കരവിലെ സകല കാര്യങ്ങളും ഗ്രഹിച്ചിട്ടുണ്ട്. He has understood the functioning and the areas what are happening over there outside that pool. എന്നാൽ അദ്ദേഹത്തിന് യേശു സൗഖ്യം കൊടുത്തു. And that's where we see Jesus heals this person. പിന്നീട് അദ്ദേഹത്തെ ദൈവാലയത്തിൽ വെച്ച് യേശു കണ്ടു. And afterwards later we understand Jesus sees him in the temple. 5-ാം അധ്യായത്തിൽ ഇവര് നിന്നെ സൗഖ്യമാക്കിയത് ആരാണ്, ഇന്ന് കിടക്കെടുക്കാൻ പാടില്ല എന്നൊക്കെ ചില നിയമങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. There we see how he has been bounded by rules and regulations over there by the temple authorities. You are not supposed to take your bed and walk over there.
അത് അവിടെ പുരുഷാരം അധികം ഉണ്ടായിരുന്നതുകൊണ്ട് സൗഖ്യമാക്കിയത് ആരാണെന്ന് അദ്ദേഹത്തിന് അപ്പം മനസ്സിലായിരുന്നില്ല. At that time, the crowd was many. He could not understand who made him, who gave him that healing. പിന്നീട് യേശുവിനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു വ്യക്തിപരമായിട്ട് ആ സൗഖ്യമായവനോട് സംസാരിച്ചു. And later, when he is encountered by Jesus in the temple, Jesus intimately teaches him over there. അദ്ദേഹത്തോട് സംസാരിച്ച ആ വാക്കാണ് നമ്മൾ വായിച്ചത്. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. Jesus, in his intimate conversation with this person, you are now healed, sin no more, lest a worse thing befall you. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ Shall we now come to John chapter 8 11-ാം വാക്യം വായിക്കാം. and verse 11 over here? She said, "No man, Lord." And Jesus said, "Neither do I condemn thee. Go thy way, from henceforth sin no more." അതിരാവിലെ ദൈവാലയത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് 8-ാം അധ്യായത്തിലുള്ളത്. In chapter 8, we understand in the morning what happens, a situation over here. പരീശന്മാർ ഒരു കുറ്റം ചെയ്ത സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. And we understand how the scribes and the Pharisees are bringing a woman in adultery and making her stand in front of Jesus. ആ സ്ത്രീയെ മോശയുടെ കൽപ്പന അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് കൊണ്ടുവന്നവരുടെ ആവശ്യം. And according to the law of Moses, the people are demanding this lady has to be stoned to death. എന്നാൽ യേശു പറഞ്ഞത് നമുക്കറിയാം, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവരെ കല്ലെറിയട്ടെ. And there we understand what does Jesus reply? Those who are not without sin start throwing stones at അവിടെ her. മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തമായി എല്ലാവരും പോയി. And when Jesus pricked their conscience over there, everyone left from that place. എല്ലാ മനുഷ്യരും പാപികളാണ്. Every man is a sinner. ഒരാൾ ചെയ്തത് വ്യഭിചാരമാണ്, One woman did adultery, one person did adultery, മറ്റേയാൾ ചെയ്തത് മറ്റൊരു പാപമാണ്. and another person did another sin over there. യേശുവിന്റെ വാക്കുകളുടെ മുമ്പിൽ അവരുടെ പാപത്തിൽ മനസാക്ഷിയുടെ ആക്ഷേപമുണ്ടായപ്പോൾ അവർ ആ സ്ത്രീയെ ഉപദ്രവിക്കാതെ കടന്നുപോയി. And when it pricked the conscience of the people over there in connection with the question of Jesus about sin, everyone left over there. 10-ാം വാക്യത്തിൽ യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവർ എവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. Verse 10 and 11 combined, "Woman, where are the people? Did no man condemn you?" And she replies, "No man, Lord." ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. Jesus says, "Neither do I condemn you. Go your way, from henceforth do not sin over here." ഇനി പാപം ചെയ്യരുത്. Do not sin anymore. രണ്ട് മനുഷ്യരോട്, ഒരു സ്ത്രീയോടും ഒരു പുരുഷനോടും പറയുകയാണ്, ഇനി പാപം ചെയ്യരുത്. To a man and to a woman, Jesus is saying, "Do not sin anymore." വിശുദ്ധന്മാരായി നാം മാറപ്പെട്ടു. എന്നാൽ യേശുവിന് വിശുദ്ധന്മാരോട് പറയാനുള്ള വാക്കിതാണ്, ഇനി പാപം ചെയ്യരുത്. We have all become saints. We have all become the children of God. Now God says to us, "Do not sin anymore." ധാരാളം ചോദ്യങ്ങൾ ഈ വാക്കിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകാവുന്നതാണ്. We might be developing many questions based on this context over here. നമ്മൾ വിശുദ്ധന്മാരല്ലേ, പിന്നെ എങ്ങനെയാണ് പാപം ചെയ്യുന്നത്, വിശുദ്ധന്മാർക്ക് പാപം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് വരാം. We might have several questions. We are all saints. We are all children of God. Aren't we? How can we sin? Aren't we all saved over here? Aren't we all saved by the blood of Christ? Several such questions can arise. എന്നാൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് സാധ്യമല്ല. I am not able to answer everyone's questions. നമുക്ക് പൊതുവായിട്ട് വേദപുസ്തകത്തിൽ ആ കാര്യം എന്ത് പറയുന്നു എന്ന് നോക്കാവുന്നതാണ്. But we can understand what does the Bible talk in connection with this subject. ആത്മിക മണ്ഡലത്തിൽ റോമാലേഖനം 7-ാം അധ്യായം പഠിച്ചാൽ ഇതിനൊരു ആൻസർ നമുക്ക് കിട്ടാനായിട്ട് ഇടയായിത്തീരും. When we study about this subject in connection over here to Romans 7, there we'll understand an answer over there. ന്യായപ്രമാണം ഇല്ലെങ്കിൽ പാപം നിർജീവമാണ്. When there is no law, the sin is not alive over there. പാപത്തെ ജീവിപ്പിക്കുന്നത് പ്രമാണമാണ്. The law is like a tutor that points to the sin. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. But according to the law, a believer has been dead to sin over there. അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മണ്ഡലത്തിൽ വിശ്വാസി പാപത്തിനും ന്യായപ്രമാണത്തിനും മരിച്ചിരിക്കുന്നതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ്. A believer who is dead
dead to sin, he is saved over there. He is no more under judgment over there. ഇതാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിലെ ആത്മിക വ്യവസ്ഥ. It is a spiritual answer and it's a spiritual lesson which we learn in Romans 7. എന്നാൽ മനുഷ്യർ നാം വിശുദ്ധരായി ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പാപത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. But when we live in this world, we are encountering several such situations with sin. യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. And there we understand Jesus Christ sitting at the right hand of God mediates for people like you and me. ആ പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിനോട് ഞാൻ എൻ്റെ പാപം ഏറ്റുപറയണം. And when we confess out our sins in front of our Lord Jesus, ജീവിത ഭാഗത്ത് എനിക്ക് പാപങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുകയും ഞാൻ ആ പാപം ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുന്നത്. when we go through situations in life, we have sins we come across, and that's why our Jesus Christ sits at the right hand mediating over there for people like us. നമ്മളെല്ലാവരും തന്നെ പാപത്തിൽ ജീവിച്ച് അതിൻ്റെ കയ്പോ മധുരമോ ആസ്വദിച്ച് വന്നവരാണ്. We are all people who have either gone through the bitterness of sin or enjoyed the sweetness of sin. ആ സ്ത്രീയെ പോലെ കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു എന്നിട്ട് പറയാണ് ഇനി പാപം ചെയ്യരുത്. Just like the lady over here, Jesus says to her, do not sin anymore. God is now talking to us. പാപത്തെ കണ്ട് അറിഞ്ഞിട്ട് അതിൽ വീഴാതെ വണ്ണം ഒഴിഞ്ഞു പോകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. It is our responsibility to be sensitive to sin, and when we come across a sinful matter, we should never fall into it. ഇപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അടിക്കുന്നുവെന്ന് നമ്മൾ സങ്കല്പിക്കുക. Shall we just imagine if there is a storm or a sandstorm over here? ഒരു മരം നന്നായിട്ട് വീഴാൻ മാതിരി ആടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾ ആരെങ്കിലും അഭയം പ്രാപിക്കുമോ? Do we go and take refuge in such a situation of a storm or sandstorm under the refuge of a broken or a falling tree over there? കാരണം ഈ ചുഴലിക്കാറ്റിൽ ഈ മരം പഴുതു വീണ് നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു മാറ്റപ്പെടാനായിട്ട് ഇടയായിത്തീരും. But what we understand, when we take refuge under a broken or a falling tree, we will be also joined in death, even with the storm over there. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരും ഈ ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അടിക്കുമ്പോൾ മരത്തിന്റെ തണലിൽ മരത്തിന്റെ ചുവട്ടിൽ അഭയം പ്രാപിക്കുകയില്ല. We will not go and take refuge under that tree if we are wise over there. ഇവിടെ നമ്മുടെ ബുദ്ധി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ജീവിക്കണമെന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടും ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാതെ വേഗം മാറിപ്പോകാൻ നാം തയ്യാറാകുന്നു. As wise people, when we are facing such a situation, we will never go take refuge over there. We will start to run from there over there. ഇതിനുള്ള ബുദ്ധി നാം പ്രയോഗിക്കാറുണ്ട്. We are logical in that situation. ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ ഈ രാജ്യത്ത് ഷാർജയിൽ പോയി, ദുബൈയിൽ പോയി, ഇപ്പോൾ അബുദാബിയിൽ വന്ന് ഇവിടെ എല്ലാം ഡ്രൈവ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. I have gone as I came over here, been to Sharjah, Dubai, Abu Dhabi. Everyone who drives here are driving with very cautious or awareness over here. ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ ആരും ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടില്ല. I have never seen people who like driving in India driving over here. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഡ്രൈവ് ചെയ്യാത്തത്? Why do you not drive like in India over here? ഇവിടെ നിങ്ങളെ ഡ്രൈവിംഗ് നിരീക്ഷിക്കപ്പെടുന്നു. Here we are controlled, we are monitored over here. ഈ നിരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ കുറ്റവാളികളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫൈൻ നിങ്ങൾ അറിയാതെ വന്നിരിക്കും. When we make a mistake over here without even our knowledge, sometimes our fines, our penalties come by post to us. ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്ന വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നമ്മൾ നിശ്ചയമായിട്ടും വാഹനം ഓടിക്കുന്നത്. We are living with greater caution, with greater perspective how we even drive in this country, because we are monitored. ഒരിക്കലും അലസമായിട്ട് നാം ഡ്രൈവ് ചെയ്യുന്നില്ല. We do not take our driving lethargically over here. അത് എനിക്ക് ശിക്ഷ വരും എന്നതായിരിക്കുന്ന ബോധമാണ് ഞാൻ അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ തയ്യാറാകാത്തത്. We do not take it lethargically because we understand we will be penalized heavily if we do it lethargically over here. ഇത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ബോധമാകുന്നുവെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർ
പൗരന്മാർ ഇവിടെ ജീവിക്കുമ്പോൾ ഈ ബോധ്യം ഈ മേഖലയിൽ നമുക്ക് ആവശ്യമാണ്. If we as residents living in this country, we are very careful and cautious about driving in that manner, let me ask you over here, if we are citizens of the kingdom of God, how cautious we are to live on this earth. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ പര്യാപ്തമാണ്, ശരീരവും പര്യാപ്തമാണ് എന്നുള്ളത് ശരി തന്നെയാണ്. We have limitations for our body to go into heaven over there. എന്നാൽ നമ്മുടെ ആദാമ്യ പ്രകൃതി ക്രിസ്തുവിൻ്റെ വരവ് വരെയോ എൻ്റെ മരണം വരെയോ എന്നിൽ തുടർന്നുകൊണ്ടിരിക്കും. But the fleshly nature or the carnal nature of Adam continues until the second coming of our Lord Jesus. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയുന്നത്. That is why Paul says it is not me who does it, but it is the flesh in me that does it over here. എനിക്ക് ഒരു വിശുദ്ധനായി തന്നെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എന്നിൽ വസിക്കുന്ന പാപം അതിന് എന്നെ സമ്മതിക്കുന്നില്ല. Oh, I desire to live holy, I desire to live saintly, but my sin or the flesh in me does not allow me to do it. നമ്മൾ വിചാരിക്കാം നാം യാതൊരു കുറ്റവും തെറ്റും ഇല്ലാത്തവരാണെന്ന് വിചാരിക്കാം. Just let's imagine or have a perspective if we do not have any problem or sin in our life. എന്നാൽ ദൈവത്തിൻ്റെ ദർശനം ആർക്ക് ലഭിച്ചുവോ അവരെക്കുറിച്ച് പഠിച്ചാൽ അവർ പാപത്തെക്കുറിച്ച് അഗാധ ബോധമുള്ളവരായിരുന്നു. But when we think about people who have received the vision from God, they have understood the magnitude and the depth of sin and the subject over there. നമുക്കറിയാം ഇയ്യോബ് എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യൻ. Let's take the example of Job over here. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷമകട്ടകലുന്നവനാണ് എന്നൊക്കെ പോയിന്റ് വഴി ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. There is God who is testifying about Job. He is blameless, upright and righteous over there. എന്നാൽ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് ഇയ്യോബിനോട് ദൈവം ഡയറക്റ്റ് സംസാരിച്ചു. But in the storms of his life, God directly encounters with him. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ചാരത്തിലും പൊടിയിലും ഇരുന്ന് അനുതപിക്കുന്നു എന്നാണ്. But his response over here, I am in ashes and I repent out over here. ദൈവം തന്നെയാണ് പറഞ്ഞത് അവൻ ഭക്തനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണെന്ന് പറഞ്ഞത്. God only testified about him. He is a blameless, upright man over there. മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്. And man also talks about Job like that. എന്നാൽ ദൈവത്തിന്റെ ദർശനം ഇയ്യോബിന് ലഭിച്ചപ്പോൾ ഞാൻ പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുതപിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ അദ്ദേഹം ദൈവദർശനത്തിൽ പാപബോധം തീർന്നു. But in the perspective of God, when Job receives and understands that, he says, I am a man in ashes and I am in ruins over here. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു എന്ന് നാം വായിക്കുന്നു. There we read in the scriptures how the Holy Spirit guides us to understand what is sin, how is sin in our life. ഞാനൊരു പാപം ചെയ്താൽ ആ പാപത്തെ ഞാൻ എന്നിൽ തന്നെ ഒതുക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നാം ചിന്തിക്കണം. We should always remember when we commit a sin or when we do something wrong and when we control it to suffer or when we take steps by ourselves, what will happen? ഇവിടെ ആ പാപത്തെ എന്നിൽ തന്നെ ഞാൻ ഒളിക്കുമ്പോൾ ആദാമ്യ പ്രകൃതം വ്യക്തമാണ്. And when we try to conceive or hide those sins which by ourselves without taking any steps further, we are showing the fleshly nature of Adam in our lives. അവർ പാപം ചെയ്തെന്താ, അത്യല കൊണ്ട് അവർ പാപം മറച്ചു. What did they do over there in the Garden of Eden when they committed a sin? They went and hid themselves with leaves over there. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് അത്യല ഉപയോഗിച്ചു. They took the fig leaves and covered themselves when they lost the glory of God in their lives. ദൈവത്തിന്റെ മുൻപിൽ ആ അത്യലയ്ക്ക് അവരുടെ നഗ്നത മാറ്റാനായിട്ട് സാധിച്ചില്ല. In front of God, that nakedness could not be covered over there because God saw their sin through over there. അവർ ദൈവത്തിന്റെ മുൻപാകെ കൽപ്പന ലംഘിച്ചു അഥവാ പാപം ചെയ്തു എന്ന് തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. And they confessed it out. They were forced to confess out. They disobeyed the commandments of God. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അത് തന്നിൽ തന്നെ ഒതുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ആദാമ്യ പ്രകൃതം എന്നിൽ ശക്തമാണെന്നാണ്. And when a man who does or man or woman who does wrong over there and tries to control it by himself or herself, I am still having the fleshly nature of Adam in me. നാം രാവിലെ യെശയ്യാവിനെ കുറിച്ച് വായിക്കുകയുണ്ടായി. We read in the morning from the book of Isaiah. അദ്ദേഹം മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് വലിയ ബോധവാനാണെന്ന് നമുക്കറിയാം. And here we understand how he is well aware of the consequence of the sin of man over there. അദ്ദേഹം ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് തന്നെയാണ് പറയാനായിട്ട് ഇടയാകുന്നത്. And he is talking about the sin of Israel over here.
അദ്ദേഹവും ഇസ്രായേലിലുള്ള ആൾ തന്നെയാണ്. And he is also a man who is living over there. എന്നാൽ അദ്ദേഹം ഒരു തെറ്റുകാരനാണെന്ന് അവിടെ എങ്ങും നമ്മൾ വായിക്കുന്നില്ല. But we do not read over here, he is a man, he's a sinner over there. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ But when we come to chapter 6, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അദ്ദേഹം കണ്ടു. he saw the Lord sitting on the highest throne over there. ഞാൻ നശിച്ചു. And then he says, woe is me. ഞാൻ പാപിയാണ്, ഞാൻ നശിച്ചു, I am a sinner, I am undone. ഞാൻ പാപിയാണെന്ന് ദൈവത്തിന്റെ ദർശനത്തിലൂടെയാണ് ആ പ്രവാചകൻ കാണാനായിട്ടിടയാകുന്നത്. When he sees the vision of God, he understands, woe is me, he is undone, he confesses out. ദൈവത്തെ കാണാതിരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പാപം കംപ്ലീറ്റ് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. When he is not able to see God, he was able to see others' sin over there. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാപിയാണെന്ന് കാണാനായിട്ട് സാധിക്കും. Oh, when he had a vision of God, he understood how pathetic nature of sin is in himself. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. When we come to the book of Daniel, about Daniel, 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, when we read through chapter 9 and verse 5, അദ്ദേഹം പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. he confesses it out by taking care of the sin which is remembered. നെഹമ്യാവിനെ കുറിച്ച് നമുക്കറിയാം. When we come to the book of Nehemiah, എസ്രയെ കുറിച്ച് നമുക്കറിയാം. we read about Ezra also in the same manner. ഇവരെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട വ്യക്തികളാണ്. These are people who saw the glory of God. അവർക്കൊക്കെ പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധം അവരെ ഭരിക്കുകയും ആ പാപം ഏറ്റുപറയുകയും ചെയ്യാനായിട്ടിടയായിട്ടുണ്ട്. They were all burdened with the glory of God, and when they understood about sin, they confessed it out over there, confessed it out very publicly. കർത്താവ് നമ്മളോട് പറയാണ്, ഇനി പാപം ചെയ്യരുത്. God is now teaching us over here to not sin anymore. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നു. John is telling in his letters over there, dear children, not for you not to sin, I am writing this to you. ദൈവവചനം നമ്മളെ പാപം ചെയ്യുന്നതിൽ നിന്ന് അകറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. It is the word of God that helps us to take us away from committing a sin over there. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. Your word I have hidden in my heart so that I do not sin against you. We read from the scriptures. ഈ പാപത്തിന്റെ പിന്നിൽ ഒരു വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ അറിയണം. We should always remember there is a character behind sin over there. യേശുക്രിസ്തുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. We all have not seen Jesus Christ. നമ്മൾക്ക് പ്രതിയോഗിയായിരിക്കുന്ന സാത്താനെയും നമ്മൾ ആരും കണ്ടിട്ടില്ല. We have not seen even the opponent, the Satan over there. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. But we are all living in the realms of the work which both of them are doing. അപ്പോൾ ഇത് പറിച്ച് തിന്നരുതെന്ന് ദൈവം പറഞ്ഞെങ്കിലും പിശാച് പറഞ്ഞു ഇത് പറിച്ച് തിന്നാനായിട്ട്. Even when God told them not to eat the fruit, the devil says to go and eat the fruit. അപ്പോൾ അവരത് പറിച്ച് തിന്ന് പാപികളായപ്പോൾ ആ ആദാമ്യ പ്രകൃതവും സ്വഭാവവും മരണം വരെ നമ്മിൽ തുടരുന്നുണ്ട്. And when they disobeyed God and ate it, it continues, it progresses the nature of death and the nature of flesh till our death. അപ്പോൾ ഈ പാപം നമ്മളെ തുടരുന്നത് കൊണ്ട് പാപത്തെ ചെയ്യാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അതിന് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. Even the progression of sin that continues in our life, we need to hide, we need to take care this word in our life so that we do not commit and fall into sin. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈ പരീക്ഷകൻ കർത്താവിന്റെ അടുത്തും ചെല്ലുകയാണ്. After 40 days of fasting, we see even the devil goes back to God over there. കർത്താവിനുള്ള പരീക്ഷ പാപത്തെ കുറിച്ച് ചെയ്യിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുന്നത്. It is according to the circumstances and situation we understand how the devil is trying to tempt Jesus in the scriptures. കർത്താവ് ദൈവവചനം ഉപയോഗിച്ചാണ് ആ 3 പരീക്ഷകളും ജയിച്ചത്. We see how even when Jesus was tempted, he used the word of God in 3 occasions and then he came out successfully. പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന ആ സാഹചര്യം മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗത്ത് വരാനായിട്ട് സാധിക്കും. We should aim for our life with the focus not to commit and fall into sin. നമുക്കറിയാം പാപത്തോട് പൊരുത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്നാണ് എബ്രായലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. In Hebrews chapter 10 and verse 12 we see how the writer is very clear in telling us how we need to aim to fight till death, not to fall into sin.
പാപത്തോട് പൊരുതി നിന്ന യോസഫിനെ കുറിച്ച് നമുക്കറിയാം. We understand about Joseph who fought against sin over there till his life. അദ്ദേഹത്തിന്റെ ടീനേജ് പ്രായത്തിലാണ് ഈ പാപത്തോട് പൊരുതാനുള്ള അവസരം വരുന്നത്. It is in his teenage age he was fighting sin over there. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത് നമുക്കറിയാം, ലൈംഗിക പാപങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത്. He was coming across sins of how it was a temptation of flesh over there, about adultery, committing adultery over there. ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തോട് ദോഷം പ്രവർത്തിക്കയില്ല എന്ന് ശക്തമായ തീരുമാനം ആ പാപത്തിന്റെ മുൻപിൽ യോസഫ് എടുക്കാനിടയായി തീർന്നു. He, in front of that sin of adultery, even in the front of temptation in the house of Pharaoh, he made a decision, determination in front of God, the living God, I will not do the sin. പാപത്തെ ജയിച്ച യോസഫിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. The Joseph who conquered sin over there, what later happened in his life we all know. അവൻ കുറ്റവാളിയാക്കപ്പെടുകയാണ് മനുഷ്യന്റെ മുമ്പാകെ. In front of man he became a prisoner over there. ദൈവം അവനെ കാണുന്നുണ്ട്. God was watching him. എന്നാൽ അവൻ തെറ്റ് ചെയ്തു എന്ന് സാഹചര്യത്തിന്റെ എല്ലാ തെളിവും ഹാജരാക്കി ആ സ്ത്രീ ഭർത്താവിനെ ധരിപ്പിച്ചു. And that we understand the wife of Pharaoh convinced in that situation Joseph is a criminal, and we see he was punished over there. ജോസഫിന്റെ ആ മാനസികമായി നേരിടുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ പാപത്തെ ജയിച്ചതുകൊണ്ട് താൻ അതേ പാപത്തിൽ പിടിക്കപ്പെട്ടു മനുഷ്യന്റെ മുമ്പിൽ. In front of God he was successful, but in front of man because of that sin he was caught over there. അതിന്റെ അനന്തരഫലം എന്താ? താൻ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരുന്നു. And what is the consequence of that? He had to go down to prison over there. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ യോസഫ് മിസ്രൈമിന്റെ ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് വന്നു. But we need to remember, after some years have passed, after Pharaoh he became the next ruler. He became the second in command to Egypt. മനുഷ്യൻ കാര്യങ്ങൾ വളച്ചൊടിച്ച് എന്നെ കുറ്റവാളിയാകട്ടെ, നിങ്ങളെ കുറ്റവാളിയാകട്ടെ, കർത്താവ് വരുമ്പോൾ അതിന്റെ ശരിയായ ഡീൽ നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീരും. Man will be doing manipulation and trying to make any sort of hawks over there, how they will try to push any other person into wrong things, but when God comes he will reveal the truth over there. പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇത്തരം പരീക്ഷകളിൽ നിശ്ചയമായിട്ടും വീഴാനായിട്ട് സാധിക്കും. When man has decided, or when a believer has decided not to fall into such areas of sin, they will be tested and tempted over there. പക്ഷേ ജോസഫും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലാണ് ജോസഫ് ഇത് ദൈവത്തിന്റെ മുമ്പാകെ ചെയ്യാനായിട്ടിടയായത്. But what made Joseph to be a conqueror over there over sin? Because of his intimate relationship with God. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നാണ്. We read in Genesis chapter 4 how sin is at the door over there. അപ്പോൾ വാതിൽ കടന്നാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. After crossing the door we go outside. വാതിൽ കടന്നാണ് അകത്തേക്ക് വരുന്നത്. We cross the door, we cross through the door, even coming inside. എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം പുറത്തും പാപമുണ്ട്, അകത്ത് കയറിയാൽ അവിടെയും പാപമുണ്ട്. ഇത് വാതിൽക്കൽ കിടക്കുക. In summary we can understand how sin is present both outside and inside, and we have to cross through it. അകത്ത് പാപം പ്രവേശിക്കയില്ല എന്നല്ല, അവൻ വാതിൽക്കൽ കിടക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറുമ്പോഴും അവന് കയറി വരാം, പുറത്തേക്ക് പോകുമ്പോഴും ആ പാപത്തിന് കയറി വരാം. It doesn't mean we will not come across sin, because we understand sin is present throughout. We read over here. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. And the desire of that sin is towards you over here. നീയോ അതിനെ കീഴടക്കണം. And we are the ones who are supposed to conquer it. We need to push it down. We need to make it powerless over there. ഇവിടെ ഞാൻ കീഴടക്കണം എന്നാണ് പറയുന്നത്. Here it says we need to conquer over it. അപ്പോൾ പാപത്തിന്റെ പിന്നിൽ ഒരു അദൃശ്യ വ്യക്തി പ്രവർത്തിക്കാനായിട്ടിടയാകുന്നുണ്ട്. We need to remember here there is an invisible character that functions behind that sin over there. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. In the book of Psalms there is a question over there, who can discern sin over there? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. It is the inner man's thoughts is what God discerns over here. ഒരു മനുഷ്യൻ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവോന്മുഖമായി അദ്ദേഹം ഉയർത്തപ്പെടുവാനായിട്ടിടയായിത്തീരണം. If a man needs to be sensitive and understand sin over there, he needs to be raised or to grasp the full attention of the glory of God. ദൈവോന്മുഖമായി ഉണർത്തപ്പെടാത്ത
ആർക്കും പാപത്തെക്കുറിച്ച് ബോധമില്ല, പാപം ചെയ്യുന്നുവെങ്കിലും. No man who is awakened or no man who has the full attention of the glory of God, he cannot fall into such an action of sin. അപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കീഴടക്കാനായിട്ട് ആവശ്യമുണ്ട്. We need to conquer our sin in connection with that subject. എന്ന് പറഞ്ഞാൽ യാക്കോബ് യബോക്ക് കടവിൽ വെച്ച് പൊരുത് ജയിച്ചതുപോലെ പാപത്തോട് പൊരുത് നമ്മൾ ജയിക്കാനായിട്ട് ആവശ്യമുണ്ട്. As we read about Jacob in front of, before he was crossing, as he fought, we need to fight sin and conquer over it. കർത്താവ് പറയാണ്, ഇനി പാപം ചെയ്യരുത്. Coming back to John, Jesus is saying, do not sin anymore. ഇനി പാപം ചെയ്യരുത്. Do not sin anymore. ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. It should grow down into the depths of our heart. Do not sin anymore. ഇനി ഈ പാപം രോഗം മോചിച്ചു കൊടുത്ത 38 വർഷം സുഖമില്ലാതിരുന്ന മനുഷ്യനും അതുപോലെ പാപം മോചിച്ചു കിട്ടിയ മനുഷ്യരും തമ്മിൽ അവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. We read about some hurdles or some hindrances that are happening in these life of this man and woman who have been healed 38 years over there and from this sin of adultery over here. അപ്പോസ്തല പ്രവൃത്തിയുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ When we read through John chapter 5, 14-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. shall we read verse 14? Jesus finds him in the temple. Yeah. ഓക്കെ, ബാക്കി കൂടെ വായിക്കാം. 15. മതി. യേശുവിന് എന്ത് കിട്ടി? What did Jesus suffer over there? He was persecuted. അപ്പോൾ ഇനി ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതേ ഉള്ളൂ. Yeah, Jesus told this man, do not do this anymore, do not sin anymore. നോക്ക്, 38 വർഷം ഈ കഷ്ടപ്പാടുകൾ അവൻ എല്ലാം മറന്നു. For whatever he suffered for 38 years, he forgot that. അവൻ സൗഖ്യം കർത്താവ് പറയാണ്, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമാക്കിയത് യേശു ആണെന്ന് അവന് ബോധ്യം വന്നത് ഇപ്പോഴാ. After all this while, he got the awareness, Jesus healed me. അതുകൊണ്ട് യേശു ശബത്തിൽ സൗഖ്യമാക്കി എന്ന കാരണം ചൊല്ലി യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. Jesus healed this person on the Sabbath, and because of that, the Jews persecuted him. നമുക്കറിയാം, ശൗല് ദമസ്കോസിലേക്ക് പോകുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതുണ്ട്. Saul, as he was traveling to Damascus, in that instance when he is being put down over there, God is asking, why are you persecuting me? നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ കർത്താവ് ആരാണെന്ന് അവൻ അറിയില്ല, പക്ഷെ അവനെ ഉപദ്രവിച്ചത് ദൈവത്തിന്റെ സഭയെയാണ്. We understand over there, he have not seen God, but we remember he persecuted the church of God. ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചപ്പോൾ കർത്താവിനെ ഉപദ്രവിച്ചു എന്ന് കർത്താവ് പറയുന്നെങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. We need to remember an important lesson over there. If God is mentioning over there, you have persecuted the church, that means you have hurted God, you have persecuted God over there. That's a reminder for us. ദൈവത്തിന്റെ സഭകൾക്ക് ഉപദ്രവകാരികളായിട്ട് നാം മാറുന്നുവെങ്കിൽ കർത്താവിനെ ഉപദ്രവിക്കുകയാണ്. In fact, we can remember like this: if we are persecuting the church of God, we are persecuting God himself over there. ശരിക്കും ആള് ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു കർത്താവിനോട് പ്രതികരിക്കേണ്ടത്? How should this person would have to respond when Jesus says to him, do not sin anymore? 38 വർഷത്തെ ത്യാഗപരമായ ജീവിതത്തിൽ നിന്ന് മോചനം നൽകിയവനെ എന്ന് കണ്ട് കർത്താവിന്റെ മുമ്പാകെ നന്ദിയോടെ നിൽക്കേണ്ടവനല്ലേ? He should have been a person with gratitude to the Lord. Oh Lord, you have saved me from 38 years of my suffering. അവൻ നിമിത്തം നമ്മുടെ കർത്താവ് അന്ന് ശരീരത്തിൽ ഉപദ്രവമേറ്റു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. But we read here, because of this man who got healed, the Jews persecuted the healer over there, Jesus over there. മാത്രമല്ല 18-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിനെ കൊല്ലുന്ന കാര്യത്തിലേക്ക് തീരുമാനം അവിടെ ഉണ്ടാകുകയാണ്. And because of that, as a consequence, we see Jesus is being persecuted to the point of his death, to kill him over there. 18-ാം വാക്യത്തിൽ അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും
യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. Jews sought to kill him more because not only he broke the Sabbath, but he called God his own father, making himself equal with God. ദൈവത്തിൽ നിന്ന് ഉപകാരം ലഭിച്ചതായിരിക്കുന്ന ഈ മനുഷ്യൻ നിമിത്തം കർത്താവ് മരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എന്നാൽ ഇവിടുത്തെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ നിമിത്തം കർത്താവ് ഉപദ്രവമേൽക്കുകയും കർത്താവിനെ കൊല്ലുന്നതിന് അവർ തീരുമാനമെടുക്കുകയും ചെയ്തു. As a result of what he earned from God, the benefit from God, but we learn here because of this person brought more or less persecution and towards death of our Lord Jesus over ഇവിടെ here. അവർ കർത്താവിനെ കൊല്ലുവാൻ എടുക്കുന്ന സ്റ്റെപ്പിൽ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. When the Jews sought more to kill Jesus, there we see two things over here. ഒന്ന്, ശബത്തിനെ ലംഘിച്ചു. He broke the Sabbath. That is one accusation against Jesus. രണ്ട്, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമാനനാക്കി. Secondly, we read how they were accusing against Jesus. Jesus claimed God is own father, making himself equal with God. ഈ രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ കൊല്ലുവാനായിട്ട് ഇപ്പോൾ അവർ റീസൺ ആയിട്ട് കാണുന്നത്. These are the two reasons that we read over here, how they were finding reasons to kill Jesus. യേശുവിനെ അവർ കൊല്ലാനായിട്ട് എടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഇത് നിമിത്തമായിരുന്നു. This is one of the steps which we see they were rising to kill Jesus over here. അപ്പോൾ ഈ സൗഖ്യമായ മനുഷ്യൻ ഈ ഏത് നിലയിലേക്കാണ് യേശുവിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഏത് നിലയിൽ വരുന്നു എന്ന് നമുക്കറിയാം. We understand how he is getting related and what is his work in connection with the healer Jesus over here. ഒന്ന്, ശബത്തിനെ ലംഘിച്ചു. And there we see one of the things is he went against the Sabbath over there. രണ്ട്, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കി. Secondly, we see that accusation against Jesus is how Jesus claimed God his own father and made himself equal with God. നമ്മൾ ദൈവത്തെ പിതാവെന്നാണ് വിളിക്കുന്നത്. We call God as our father. അങ്ങനെ പിതാവെന്ന് വിളിക്കുമ്പോൾ ദൈവത്തോട് നാം സമാനരായി തീരുന്നു എന്നാണ് യഹൂദന്മാർ പറയുന്നത്. And what does the Jews say over here? When we call God as our father, we are making equality with God. We are equal with God. നാം യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ തന്നെയാണ്. We are brothers and brothers of our Lord Jesus. അപ്പോൾ യേശുക്രിസ്തു ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം കേട്ടപ്പോൾ യേശുക്രിസ്തുവിനെ നേരെ അദ്ദേഹം ഉപദ്രവം വരുത്താനാണ് ശ്രമിച്ചത്. And when this person who heard do not sin anymore, well, Jesus was talking to him, what does that person intend forward? He is only looking to bring persecution against Jesus. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. Shall we read also the Gospel of Mark chapter 14 and verse 3? 3-ാം വാക്യം. അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ മാംസ്യ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിലൊഴിച്ചു. അവിടെ ചിലർ ഈ തൈലത്തിന്റെ ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. We all know about this portion about a woman who is coming with the alabaster oil over there. ഒരു സ്ത്രീ ബഥാന്യയിലെ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ വെച്ച് ആ കർത്താവായ യേശുക്രിസ്തുവിനെ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ് ഈ വാക്യത്തിൽ വായിക്കുന്നത്. We read about how this woman is doing in the house of Simon the leper over there, and what is happening here? അത് 300-ലധികം രൂപ വില വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ദിനാർ ആയിരിക്കാം. 300 ദിനാർ അല്ലെങ്കിൽ ആ 300 വില വരുന്നതായ തൈലമാണ് യേശു കർത്താവിന്റെ കാലിൽ പൊട്ടിച്ചൊഴിച്ചത്. We understand how that woman which pours down that oil of the ointment of alabaster which is costing 300 denarii at the feet of Jesus. ഈ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. I'm not going to aim to say who is this woman. എന്നാൽ ആ സ്ത്രീ ചെയ്ത ഒരു കാര്യം എന്തായിരിക്കാം അവൾ കർത്താവിനോട് ഇങ്ങനെ ഒരു ബഹുമാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം അവൾക്കുണ്ടാകാനുള്ള കാര്യം? But we should remember, what does this woman do and why is this honor being given to this Lord Jesus Christ? അവൾക്ക് കർത്താവ് പാപമോചനം കൊടുത്തിട്ട് അവളോടും പറഞ്ഞു കാണും ഇനി പാപം ചെയ്യരുതെന്ന്. We can think like this. Again, to this woman, Jesus would have said, do not sin anymore.
പിന്നെ അവൾ എന്താ ചെയ്യേണ്ടത്? And how does this person, what does this person have to do? അവൾ ചെയ്യുന്നത് അവൾക്കുള്ളതായിരിക്കുന്ന മുഴുവൻ തൈലവും കൊണ്ടുവന്ന് കർത്താവിനെ പൂശുകയാണ്. And what does she do as a response of her forgiveness towards her sin? She comes and honors the Lord Jesus by giving whatever she has. ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് 2 ദിവസത്തിന് മുമ്പാണ്, പെസഹയ്ക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഈ കാര്യം സംഭവിക്കുന്നത്. We read and understand this is 2 days before the Passover. 14-ാം അധ്യായത്തിൽ നമ്മൾ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് പെസഹയുടെ 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. It is after the 2 days after the feast of Passover and the unleavened bread, we read in verse 1 of chapter 14. അപ്പോൾ യേശു മരിക്കുന്നതിന് മുമ്പ് ആ സഹോദരി യേശുവിന് വേണ്ടി ചെയ്തത് നാം കാണുകയാണ്. We read what does this sister or this woman does for our Lord Jesus. പാപമോചനം പ്രാപിച്ചതായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് 2 തരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവം നമ്മളിവിടെ കാണുന്നു. It is a response we see. How does this woman show to us? And that's a lesson we need to remember, comparing, contrasting to that other man. ഒന്ന്, അവരുടെ വിലയേറിയ സൗരഭ്യം കർത്താവിന് നൽകുന്നു. She gives out her precious and very fragrant ointment in front of the Lord. മറ്റൊന്ന്, കർത്താവ് പാപമോചനം അല്ലെങ്കിൽ സൗഖ്യമായവൻ നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നു. And the other person contrasts by bringing persecution and problems to our Lord Jesus. കർത്താവ് പറയാണ്, ഇനി പാപം ചെയ്യരുത്. Jesus says over there, do not sin ഈ anymore. വാക്ക് ഏറ്റെടുത്ത് ശ്രദ്ധിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. May this word, let us embrace it and hold it dearly as we move forward. ഇങ്ങനെ അവസരം നൽകിയ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank the assembly for giving me this opportunity, and I would like to conclude here. Amen.